ഹായ്, വെൽക്കം ടു മൈ ചാനൽ ക്ലാസിക് ഫുഡ് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻഡോ ചൈനീസ് ഡിഷായ ഡ്രാഗൺ ചിക്കനാണ്. നല്ല ടേസ്റ്റാണ്. അതിന് ഒരു ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ്. വെറുതെ കഴിക്കാൻ പോലും അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് നമുക്ക് ആദ്യം ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടത് മുളക് പൊടി വേണം, കുരുമുളക് പൊടി വേണം. മുളക് പൊടിയിൽ ഞാൻ സാധാരണ എരിവുള്ള മുളക് പൊടി എടുത്തത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടി എടുക്കാം കേട്ടോ, എരിവ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, സോയാ സോസ് ഉണ്ട്. ഞാൻ ലൈറ്റ് സോയാ സോസ് എടുത്തേക്കണം. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയാ സോസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറവ് എടുത്താൽ മതി. അളവ് ഞാൻ പറഞ്ഞ അളവിനെക്കാട്ടും പകുതി എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആ മുളക് പൊടിയൊക്കെ എല്ലാം കൂടെ നന്നായിട്ട് അതിൽ മിക്സ് ആവണം. അതുവരെ അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കോൺഫ്ലവറും മൈദയും ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവറും മൈദയും ചേർക്കണേക്കാട്ടും മുമ്പുള്ള മിക്സിൽ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കാട്ടോ. അത് കഴിഞ്ഞ് വറക്കണ നേരത്ത് കോൺഫ്ലവറും മൈദ ഇട്ടാലും മതി. പക്ഷെ ഞാനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുക ചെയ്തത്. അല്ലല്ലേ, ഇനി ഇത് മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴിമുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിക്കാം. കുഴപ്പമില്ല, കോഴിമുട്ടയുടെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. അതെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കലക്കുക ചെയ്തത് കേട്ടോ. എക്സ്ട്രാ കോഴിമുട്ടയൊന്നും ചേർത്തില്ല. പക്ഷെ കലക്കണ സമയത്ത് നന്നായി ശ്രദ്ധിക്കണം. കുറേശ്ശെയായിട്ട് കോഴിമുട്ട ചേർക്കുകയാണെങ്കിലും വെള്ളം ചേർക്കുകയാണെങ്കിലും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. നമുക്കൊരു പേസ്റ്റ് രൂപ വേണ്ടത്. വല്ലാണ്ട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചിക്കനിൽ ആ മസാലയൊന്നും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് ശ്രദ്ധിച്ച് വേണം നമ്മളതിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉണ്ടല്ലേ, ഇപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിൽ ആയി തുടങ്ങിയില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒറ്റ കട്ടയൊന്നും പാടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉപ്പ് നോക്കും വേണം. സോസ് ഒഴിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ ഉപ്പിടേണ്ടി വരും സോസിൻ്റെ ആ ഉപ്പ് അനുസരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കണം, ഉപ്പ് കൂടാണ്ട് ഇരിക്കണം കേട്ടോ. ഒന്നും കൂടി മിക്സ് ചെയ്യുക നമ്മളതിനെ. ശേഷം നമുക്കതിന് നമ്മുടെ ചിക്കൻ ഇടണം. ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്ത് ആ ബ്രസ്റ്റിൻ്റെ ഭാഗം അതാവുമ്പോൾ നമുക്കിങ്ങനെ നീളത്തിൽ അരിയാൻ പറ്റും. നമുക്ക് ഇതിൽ ചിക്കൻ വേണ്ടത് നീളത്തിലുള്ള പീസാണ്, അധികം കനയില്ലാത്ത നീളത്തിലുള്ള പീസ്. ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ 1 മണിക്കൂറെങ്കിലും അത് വെക്കണം. എന്നാൽ മാത്രമാണ് അതിൽ ശരിക്കും ഉപ്പും മുളകൊക്കെ പിടിക്കുള്ളൂ. ഒരു രാത്രി വെച്ചാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്രത്തോളം നല്ലതായിരിക്കും. പിന്നെ അത് കുറച്ച് സമയം നമ്മൾ വെക്കുക. ഞാൻ 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അത്രയെങ്കിലും സമയം വെക്കാൻ നോക്കുക, എന്നാലാണ് അത് ശരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ വറക്കാൻ വേണ്ടത് റിഫൈൻഡ് ഓയിലാണ്. വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നമ്മളതിനെ ഓരോന്നായിട്ടിട്ട് വറുക്കുക നല്ലത്. കാരണം ഒരുമിച്ചിട്ട് വറുക്കുമ്പോൾ ചിലപ്പോൾ അത് പിന്നെ എടുക്കണ സമയത്തൊക്കെ നമുക്കത് ആ മാരിനേഷനൊക്കെ പോയി ആകെ വേറെ ആയിട്ട് കിടക്കും. ഇതാവുമ്പോൾ നന്നായി കോട്ടിങ്ങൊക്കെ ശരിക്ക് പിടിച്ചിട്ട് കിടക്കും ഓരോന്നായിട്ടിട്ട് വറുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ വറുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ സോസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു പാനിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി എടുക്കുക. സാധാരണ ഡ്രാഗൺ ചിക്കനൊക്കെ ഇടുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് കാണും. അതുപോലെ തന്നെ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ച് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും ഒരു 2-3 വറ്റൽമുളകും ഇടുക. വറ്റൽമുളക് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അധികം വഴറ്റുണ്ടോന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നീളത്തിലരിഞ്ഞ ഒരു സബോള ചേർത്ത് കൊടുക്കുക. സബോള അത് വല്ലാണ്ട് വഴണ്ട് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി, നമുക്ക് അത്ര ആവശ്യം വരണുള്ളൂ. ഈ സമയത്ത് വഴണ്ടി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ നോക്കുക. ഞാൻ മറന്നുപോയി, അത് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടത്. നിങ്ങൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ സബോള വഴണ്ടി വരുമ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ സബോള ഒരിക്കലും ഭയങ്കര ബ്രൗൺ കളറാവണ്ട, ഒന്ന് ചെറുതായി വഴറ്റിയാൽ മതി. ഇതിലുള്ള സാധനങ്ങളെല്ലാം ചെറുതായി വഴണ്ടി വരിക വേണ്ടോ, ഒന്ന് കടിക്കണ പോലെ കിട്ടണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു പകുതി ക്യാരറ്റും അതുപോലെ ഒരു വലിയ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പല കളർ ക്യാപ്സിക്കം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അളവുകൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉണ്ടല്ലേ, ഞാനിപ്പോൾ ഇപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തത്, മറന്നു. ഞാനൊരു ഇത്തിരി ഒരു 1/2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത്. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തത്. ഉണ്ടല്ലേ, ഇനി ഇതിനെ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പച്ചക്കറികളുടെ ഒന്നും കളറൊന്നും അധികം മാറണ്ട. ഈ ക്യാരറ്റും ക്യാപ്സിക്കും അല്ലേ, കുറച്ചൊന്ന് കടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ മുളക് പൊടി ഇടുക. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട. നിങ്ങൾക്ക് എരിവ് വേണമെന്ന് വെച്ചാൽ സാധാരണ മുളക് പൊടി ഇടാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇടാം, അതായാലും കുഴപ്പമൊന്നുമില്ല മുളക് പൊടിക്ക് പകരം.
പിന്നെ അതിൽ നന്നായിട്ട് അത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് അതിൽ സോസുകൾ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തത്. എൻ്റെ കയ്യിൽ അതാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അത് നിങ്ങൾ ഒഴിക്കണില്ല, നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചും കൂടി മുളക് പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി. പിന്നെ നിങ്ങൾ അതിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം, അതുപോലെ സോയാ സോസും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചക്കറിയിൽ എല്ലാ സോസും നന്നായിട്ട് ആവണം കേട്ടോ. അതുവരെ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേ സമയമൊന്നും വേണ്ട, ഒരു മിനിറ്റ് എങ്ങാനും മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ എനിക്കതിൽ എനിക്കൊരു ക്രീമി പോലത്തെ കുറച്ച് സോസി ആയിട്ടുള്ള ചിക്കൻ വേണമെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 1/4 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു. നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയ ചിക്കൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ മൊത്തത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി നിങ്ങൾക്ക് നല്ലോണം വെള്ളം പോലെ വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം. വല്ലാണ്ട് ആവണ്ട, അത് ശരിക്കും ഒരു ക്രീമി അങ്ങനത്തെ ഒരു ഇതാണ്, ഒരു സോസി ആയിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം കുറച്ചും കൂടി വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം കേട്ടോ. പക്ഷെ കുറച്ച് പഞ്ചസാര വേണം, കാരണം ഇതൊരു മധുരവും എരിവൊക്കെ ഉള്ള ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇത്തിരി മധുരം വേണം. വല്ലാണ്ട് കൂടുതലിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൽ ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലായിടത്തും ഈ സോസ് ആവണം. അതിനാണ് ഒരു ഇത്തിരി വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്, എന്നാലാണ് എല്ലായിടത്തും ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇതിൽ ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് ചേർക്കാം, സ്പ്രിംഗ് ഒനിയൻ്റെ പച്ചഭാഗം ചേർക്കാം. അതല്ലെങ്കിൽ ഇനി അതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലെങ്കിലും തൂവി കൊടുക്കുക. അതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനൊരു ഇത്തിരി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ള സ്പ്രിംഗ് ഒനിയൻ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച ആ കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അത് വറുത്തിട്ട് കഴിഞ്ഞാലും, വല്ലാണ്ട് വറുക്കല്ല, ഒന്ന് ചെറുതായി വറുത്തിട്ടാലും കാണാനൊരു നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.